CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സന്ദർശനം വിവാദമായിരിക്കെ പ്രതികരണവുമായി ജോത്സ്യൻ മാധവ പൊതുവാൾ. MV ഗോവിന്ദന്റേത് സൗഹൃദ സന്ദർശനമായിരുന്നു. സന്ദർശനം വിവാദമാക്കിയതിൽ വിഷമമുണ്ട്. സംഭാഷണത്തിൽ പോലും ജ്യോതിഷം കടന്നുവരാറില്ല. ആരാണ് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിച്ചതെന്ന് അറിയില്ലെന്നും മാധവ പൊതുവാൾ ന്യൂസ് 18നോട്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി ആപ്പ് തയ്യാറാക്കാൻ ഒരുങ്ങി ബെവ്കോ. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വിവരം. 3 വർഷം മുമ്പും സർക്കാരിനോട് ബെവ്കോ അനുമതി തേടിയിരുന്നു. അന്ന് അനുമതി നൽകിയിരുന്നില്ല. ഓൺലൈൻ വിതരണം ആരംഭിച്ചാൽ 2000 കോടിയുടെ വരുമാന വർധനവുണ്ടാകുമെന്ന് കണക്കുകൂട്ടൽ. അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി. വൈദ്യുതി ബിൽ ഉയർത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ലോഡ് ഷെഡിംഗും ഉണ്ടാവില്ല. വൈദ്യുതി കമ്പനികൾക്ക് നൽകാനുള്ള തുക ഉടൻ നൽകാൻ സുപ്രീം കോടതി ഉത്തരവുണ്ട്. അത് നിരക്ക് വർദ്ധിപ്പിക്കാതെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നും മന്ത്രി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 ഫോണുകൾ കണ്ടെത്തിയത്. ന്യൂ ബ്ലോക്കിന് സമീപം ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോണുകൾ. ജയിൽ സൂപ്രണ്ട് K വേണുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മുന്നണി ബന്ധത്തെ പിടിച്ചുലച്ച് CPI. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ CPMനെ കടന്നാക്രമിച്ചതിന് പിന്നാലെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും CPI. ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് വിമർശനം. കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടായെന്ന CPMന്റെ പ്രചരണത്തോട് CPIക്ക് യോജിപ്പില്ലെന്നും റിപ്പോർട്ട്.